Hello students. നമ്മൾ ലീവ്സിൽ എന്തൊക്കെ പഠിച്ചു? ലീവ്സിന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചു? ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ലീഫ്. പിന്നെ എന്താണ് ലീവ്സിലെ വീനേഷൻ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലീഫ്. എത്ര ടൈപ്പ് ലീവ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. The leaves are classified into two types. They are simple leaves and compound leaves. Simple leaves and compound leaf. Okay, പേര് പോലെ തന്നെ എന്താണ് സിമ്പിൾ ലീഫ് പറഞ്ഞിരിക്കും. In the case of simple leaf, a single leaf is arised from the stalk of the a single leaf is arised from the stalk of the stem. നമ്മുടെ stalk of the stem എന്ന് ഒരു സിംഗിൾ ലീഫ് ആണ് വരുന്നതെങ്കിൽ എന്ത് പറയും? അതിന് സിമ്പിൾ ലീഫ് എന്ന് പറയും. In the case of compound leaf എന്തായിരിക്കും? അപ്പോൾ compound leaf എന്താണ്? Many leaflets arise from the stalk of the stem. അപ്പോൾ ഒന്ന് കൂടുതൽ ലീഫ് ഒരു സ്റ്റോക്കിൽ നിന്ന് വരികയാണെങ്കിൽ എന്ത് പറയും? അതിനെ കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയും. അപ്പോൾ സിംഗിൾ ലീഫ് എങ്ങനെയായിരിക്കും കാണാൻ? കോമ്പൗണ്ട് ലീഫ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സുഖം കാണുന്ന എല്ലാ പ്ലാന്റ്സും എക്സാമ്പിൾ ചൈന റോസ് ചെയ്താൽ നമ്മളുടെ ചെമ്പരത്തി. ഇതെന്താണ്? ഇതാ കറി ലീഫ് ഇല്ലേ? നിങ്ങൾ കറി ലീഫ് ഒക്കെ പറിക്കാറില്ലേ? അതിലെങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ അടുത്ത് എത്ര വരുന്നു? മെനി ലീഫ്ലെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും? നമ്മുടെ കോമ്പൗണ്ട് ലീഫ്സ് എന്ന് പറയും. അപ്പോൾ സിമ്പിൾ ലീഫ് എന്താണ്, കോമ്പൗണ്ട് ലീഫ് എന്താണെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ലീഫിൽ ഒരു സിംഗിൾ ലീഫാണ് എന്ന് വരിക, ഒരു സ്റ്റോക്ക് എന്ന് വരുന്നത്. കോമ്പൗണ്ട് ലീഫ് മെനി ലീഫ്ലെറ്റ്സ് അറൈസ് ഫ്രം ദ സ്റ്റോക്ക് ഓഫ് ദ leaf. Okay, these compound leaves are again classified into two types. ഇതിനെ നമ്മൾ പിന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? They are pinnately compound leaves and palmately compound leaf. Pinnately compound leaves and palmately compound leaves. And then pinnately compound leaves. Okay, in the case of pinnately compound leaves, the leaflets are arranged like a feather. നമ്മളുടെ കറി ലീഫ് പോലെ തന്നെ അറേഞ്ച് ചെയ്താണ് എന്ത്? പിന്നറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. They are arranged like a feather. Many leaflets are arised from the lateral sides of the ഇതിന് കോമ്പൗണ്ട് ലീഫ് ആകുമ്പോൾ അതിന്റെ പീറ്റുകൾ എന്താ പറയാ? റാച്ചിസ് എന്നാണ് പറയാ കേട്ടോ. റാച്ചിസ് എന്നാണ് പറയാ. അപ്പൊ എന്താ പറയാ? മെനി ലീഫ്ലെറ്റ്സ് ആർ അറൈസ് ഫ്രം ദ റാച്ചിസ് ഓഫ് ദ ലീഫ്. അപ്പോൾ ഒരു ലീഫിന്റെ റാച്ചിസിന്റെ അകത്ത് മെനി ലീഫ്ലെറ്റ്സ് വരികയാണെങ്കിൽ എന്ത് പറയും? അതിനെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. അത് എങ്ങനെയാ ഉണ്ടാവുക? ഫെദർ ലൈക്ക് ആണ്. ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്? അപ്പിയർ ലൈക്ക് എ ഫെദർ. അപ്പോൾ എന്താണ്? മെനി leaflets എങ്ങനെയാണ്? on the lateral side of the rachis. അപ്പം റാച്ചിസിന്റെ ലാറ്ററൽ സൈഡിലായിട്ട് എന്ത് വരുന്നത്? മെനി ലീഫ്ലെറ്റ്സ് വന്നാൽ എന്ത് പറയും? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ നമ്മുടെ കറി ലീഫ് തന്നെ. കറി ലീഫ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്താണ്? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് നമ്മുടെ പാമ്പ് പോലെ തന്നെ എങ്ങനെയായിരിക്കും? ഇൻ ദ കേസ് ഓഫ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, at the tip of the rachis, many leaflets are arranged at the tip of the rachis.
ലീഫ്ലെറ്റ്സ് എവിടെയാ ഉള്ളത്? ഫെദർ പോലെയല്ല. ലീഫ്ലെറ്റ്സ് എങ്ങനെയാ ഉണ്ടാവുക? അത് ടിപ്പ് ഓഫ് ദ PTO, ടിപ്പ് ഓഫ് റാച്ചിസ്. ഓക്കെ, ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ റാച്ചിസ്. അപ്പൊ തന്നെ അവര് ഉണ്ടാവുക അപ്പിയറൻസ് എങ്ങനെ ഇരിക്കും? നമ്മുടെ കൈ പോലെ ഉണ്ടാവും. ഹാൻഡ് പാം മാതിരി എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ പാം കണ്ടില്ലേ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? വിരലുകള് ഒരു സെൻട്രൽ പൊസിഷനിൽ എത്ര 5 വിരലുകളല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും എങ്ങനെ ഉണ്ടാവുക? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും? നടുവില് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറയും റാച്ചിസ് എന്ന് പറയും. അതിന്റെ മുകളിൽ എത്ര ലീഫ് വരും? ലീഫിന് എണ്ണത്തിൽ വേരിയേഷൻ വരും. അങ്ങനെ അതിന്റെ അറ്റത്താണ് ടിപ്പ് ഓഫ് ദ ടിപ്പിലാണ് റാച്ചിസിന്റെ ടിപ്പിലാണ് നമ്മുടെ ലീവ്സ് എങ്കിൽ എന്ത് പറയും? ലീഫ്ലെറ്റ്സ് എങ്കിൽ എന്ത് പറയുന്നത്? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയും. In the case of palmately compound leaf, the leaflets are arranged at the tip of the rachis. അപ്പോൾ റാച്ചിസിന്റെ ടിപ്പിലാണ്, വേറെ ലാറ്ററൽ സൈഡിലൊന്നുമല്ല. They are arranged at the leaflets are arranged at the tip of the rachis. ഇവിടെ നിന്നാണ് tip of the rachis ലാണ് എന്തുണ്ടാവുക? ലീവ്സ് ഉണ്ടാവുക. In the case of pinnately compound leaf, the leaflets are arranged at the എവിടെയാണ്? At the lateral side of the rachis. അപ്പം റാച്ചിസിന്റെ ലാറ്ററൽ സൈഡിലായിട്ടാണ് എന്തുള്ളത്? ലീഫ് ഉള്ളതെങ്കിൽ എന്ത് പറയും? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാച്ചിസിന്റെ മുകൾ ഭാഗത്ത്, അതായത് റാച്ചിസിന്റെ ടിപ്പിലായിട്ടാണ് ലീവ്സ് അറേഞ്ച് ചെയ്തെങ്കിൽ എന്ത് പറയും? അതിനെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? The leaves are classified into 2 types. They are simple leaves and compound leaves. This compound leaf is again classified into 2 types, which are the pinnately compound leaf and palmately compound leaf. For example, അതിന്റെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? Okay, next one is phyllotaxy. Okay, എന്താ phyllotaxy എന്ന് പഠിക്കാം. Phyllotaxy എന്താണ്? Phyllotaxy, it is the mode of arrangement of leaves on the stem. നമ്മുടെ സ്റ്റെമ്മിൽ ഒരു സ്റ്റെം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെമ്മിൽ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് എന്ത്? ഫിലോടാക്സി. അപ്പോൾ ഫിലോടാക്സി എന്താണ്? ഫിലോടാക്സി ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് arrangement of leaves on the stem. ഒരു സ്റ്റെമ്മിൽ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് എന്ത്? നമ്മളുടെ ഫിലോടാക്സി. ഓക്കെ, ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം. ഓക്കെ, അപ്പൊ ഇനി എത്ര ടൈപ്പ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലീവ്സ് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തത് നോക്കാം. ഓക്കെ, എത്ര ടൈപ്പിലുണ്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫിലോടാക്സി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു എത്ര ടൈപ്പാണ്? 3 types. Which are they? They are alternate phyllotaxy, then opposite phyllotaxy, then world phyllotaxy. അപ്പോൾ പേര് തന്നെ എല്ലാം ഉണ്ട്. എന്താണ്? മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ alternate, then opposite, then world. ഓക്കെ, alternate എങ്ങനെയിരിക്കും? പിക്ചർ വരയ്ക്കുക ഓരോന്നിന്റെയും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
Okay, ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ 3 types of phyllotaxy. In the case of alternate phyllotaxy എന്തായിരിക്കും? എങ്ങനെയിരിക്കും? In the case of alternate phyllotaxy, ഓരോ നോഡിനും ഇപ്പം ഒരു ലീഫ് ഉണ്ടാവുക എവിടുന്നാണ്? ഒരു നോഡിൽ നിന്നാണ് ഒരു ലീഫ് ഉണ്ടാവുക. അപ്പം ഒരു ലീഫ് ഓരോ നോഡിനും എത്ര ലീഫാണ് ഉണ്ടാവുന്നത് alternate phyllotaxyയിൽ? In the case of alternate phyllotaxy, a single leaf is arise from a node. അപ്പോൾ ഒരു നോഡിന് എത്ര ലീഫാണ് വരുന്നത്? A single leaf is arise from a node. ഓപ്പോസിറ്റ് ഫിലോടാക്സിൽ എങ്ങനെ വരുന്നത്? ഒരു ലീഫാണ് വരുന്നത് ഒരു നോഡിന്? അല്ല. Here two leaves are arise from a single node. ഒരു സിംഗിൾ നോഡിന് രണ്ട് ലീഫ് വരുന്നതാണ് എന്ത്? ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഇനി വേൾഡിൽ എങ്ങനെയാണ്? വേൾഡിൽ എങ്ങനെ ഇരിക്കും? മോർ ദാൻ ടു ലീവ്സ് ഫ്രം എ സിംഗിൾ നോഡ്. ഒരു സിംഗിൾ നോഡിന് മോർ ദാൻ ടു ലീവ്സ് ആണ് വരുന്നെങ്കിൽ എന്താണ്? അത് വേൾഡ് ഫിലോടാക്സി ആണ്. അപ്പോൾ ഇനി ഓരോ നോക്കാം. ഇനി ഓൾട്ടർനേറ്റ്ലി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എന്താ? ലീവ്സ് അറേഞ്ച് ഓൾട്ടർനേറ്റ്ലി വിത്ത് ഈച്ച് അതർ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ലീവ്സ് അറേഞ്ച്ഡ് alternately with each other. The leaves arranged alternately with each other. ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് ഒന്ന് ലെഫ്റ്റിലാണെങ്കിൽ അടുത്തത് റൈറ്റില്. ഇത് അറേഞ്ച്ഡ് എങ്ങനെയായിരിക്കും? alternately at the left and a right position. ഒന്ന് ലെഫ്റ്റിലാണെങ്കിൽ അടുത്ത എവിടെ ഇരിക്കും? റൈറ്റിലായിരിക്കും. അങ്ങനെയാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓൾട്ടർനേറ്റില് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഓൾട്ടർനേറ്റ് വീനേഷൻ എ സിംഗിൾ ലീഫ് അറൈസ് ഫ്രം എ നോഡ്. അപ്പോൾ ഒരു നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇത് അറേഞ്ച്ഡ് ഓൾട്ടർനേറ്റ്ലി വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഓരോന്നും ഒന്ന് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അടുത്ത് എങ്ങനെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ്ലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഓൾട്ടർനേറ്റ് വീനേഷനിൽ ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് എക്സാമ്പിൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താണ്? ചൈന റോസ്. എക്സാമ്പിൾ ചൈന റോസ് ആണ്. ബാക്കി എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റിൽ എന്താണ്? ഹിയർ two leaves are arised from the single node. Okay, two leaves are arised from a single node. ഇവിടെ എങ്ങനെയാണ്? ഇനി എക്സാമ്പിൾ എന്താ പറഞ്ഞത് അറിയോ? എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കുക. കലോട്രോപ്പിസ്. കലോട്രോപ്പിസ് എരിക്കാണ് കേട്ടോ കലോട്രോപ്പിസ്. പിന്നെ എന്താണ് കലോട്രോപ്പിസ്? പിന്നെ നമ്മുടെ ഗോവ. പേരക്കല്ലേ? പേരക്കയിലൊക്കെ എങ്ങനെയാണ്? രണ്ട് ലീവ്സ് ആണ് ഓരോ നോഡിനും വരുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു നോഡിന് രണ്ട് ലീഫ് ഉണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? ദേ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ്ലി ടു ഈച്ച് അതർ. ലീവ്സ് അറേഞ്ച്ഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടും ഒരുമിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഒന്ന് ഈ ഭാഗത്താണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് എന്തുണ്ടാവുക? അടുത്ത ലീഫ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ദേ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ് എന്തിൽ വരുന്നത്? ഓപ്പോസിറ്റ് വീനേഷൻ ഓപ്പോസിറ്റ് ഫിലോടാക്സിൽ വരുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്താണ്? ടു ലീവ്സ് ആർ അറൈസ് ഫ്രം എ സിംഗിൾ നോഡ്. ദ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദേ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ്ലി ടു ഈച്ച് അതർ. അപ്പോൾ ഓരോന്നിന് ഒരു ലീഫ് മറ്റേ ലീഫിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? കലോട്രോപ്പിസ് ആൻഡ് ഗോവ. അടുത്തത് എന്താണ്? വേൾഡ് ഫിലോടാക്സി. ഓക്കെ, വേൾഡ് ഫിലോടാക്സിൽ എന്താണ്? ഹിയർ മോർ ദാൻ ടു ലീവ്സ് ആർ അറൈസ് ഫ്രം എ സിംഗിൾ നോഡ്. ഒരു സിംഗിൾ നോഡിന് മോർ ദാൻ എന്തുവരും? ഒരു മോർ ദാൻ ടു ലീവ്സ് വരുന്നുണ്ടെങ്കിൽ എന്ത് പറയും? വേൾഡ് ഫിലോടാക്സി എന്ന് പറയും. ദേ അറേഞ്ച് ആസ് എ വേൾഡ്. അറേഞ്ച് ആസ് എ
വേൾഡ്. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ആൽസ്റ്റോണിയ. ആൽസ്റ്റോണിയ ഒരു എക്സാമ്പിൾ ആണ്. ആൽസ്റ്റോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴിലം പാല. ഓക്കെ, അപ്പോൾ അതാണ് ഫിലോടാക്സി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. എന്താണ്? 3 ടൈപ്പ് ഫിലോടാക്സി ഉണ്ട്. എന്താണ്? പേര് മാത്രം പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. alternate phyllotaxy, opposite phyllotaxy and word phyllotaxy. Opposite phyllotaxy എന്താണ്? In the case of opposite phyllotaxy, the leaves are arranged, a single leaf is arranged from a single node. അപ്പോൾ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണ് ഉണ്ടാകുന്നത്. They arrange alternate with each other. ഓരോന്നും അടുത്തതിന് alternate ആയിട്ടാണ് ഉണ്ടാകുന്നത്. That is, they arranged left and right position. ഒന്ന് ലെഫ്റ്റ് ആണ്, they are arranged alternately in the left and right position. ഫസ്റ്റ് റൈറ്റ് ആണെങ്കിൽ അടുത്തത് ലെഫ്റ്റ്, അങ്ങനത്തെ പൊസിഷനിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ചൈന റോസ്. നെക്സ്റ്റ് വൺ നമ്മുടെ ഓപ്പോസിറ്റിൽ പേര് പോലെ എന്താണ്? in this case from a single node, 2 leaves are arranged from the single node. Here the leaves are arranged opposite to each other. ഓരോ ലീഫും അടുത്ത ലീഫിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ കലോട്രോപ്പിസും ഗാവയും വരുന്നത് ഇതിനാണ്, ഓപ്പോസിറ്റിലാണ്. അടുത്ത വേൾഡ് ഫിലോടാക്സിൽ എന്താണ്? ഇൻ ദിസ് കേസ് ദ ലീവ്സ് ആർ എന്താണ്? ലീവ്സ് ആർ അറേഞ്ച്ഡ് ആസ് എ വേൾഡ്, ഒരു വേൾഡ് ആയിട്ടാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേൾഡ് ഫിലോടാക്സിൽ. അപ്പോൾ എന്താണ്? മോർ ദാൻ 2 ലീവ്സ് ആർ അറേഞ്ച് ഫ്രം ദ നോഡ്. ഒരു നോഡിൽ നിന്ന് 2 കൂടുതൽ ലീവ്സ് എന്തായാലും അറേഞ്ച് ചെയ്തിരിക്കും. അത് എന്താണ്? ഒരു നോഡിന് ചുറ്റിയും കൊണ്ടാണ് കാണപ്പെടുന്നത് ഇതില് വേൾഡ് ഫിലോടാക്സിയിൽ. എക്സാമ്പിൾ ആൽസ്റ്റോണിയ. അപ്പൊ അത്രയുള്ള എന്തില് നമ്മൾ ഫിലോടാക്സിയിൽ വരുന്നത്. നമ്മൾ സ്റ്റെമ്മിലും റൂട്ടിലും ഒക്കെ മോഡിഫിക്കേഷൻ പഠിച്ച മാതിരി തന്നെ ലീഫിൽ എന്തുണ്ട്? ലീഫ് മോഡിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഫിലെ മോഡിഫിക്കേഷൻ, ദ മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ലീഫിലുള്ള മോഡിഫിക്കേഷൻ ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ടെൻഡ്രിൽ. ഈ ടെൻഡ്രിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സ്റ്റെമ്മിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റെമ്മ് ടെൻഡ്രിലായിട്ട് മാറുന്നത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ലീഫ് ടെൻഡ്രിലായിട്ട് മാറുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ ആണ് പീ പ്ലാന്റ്. നമ്മളെ പയർ ചെടിയിലൊക്കെ പീ പ്ലാന്റ് നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും? ലീഫിനെ കൂടാതെ എന്തുണ്ടാവും? ലീഫിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ടെൻഡ്രിൽസ് ഉണ്ടായത് കണ്ടിരിക്കും. അപ്പം ഈ ടെൻഡ്രിൽസ് ഒക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ടെൻഡ്രിൽസ് ഹെൽപ്സ് ഇൻ ദ ക്ലൈംബിംഗ്, helps in climbing and support of the plant. അപ്പോൾ നമ്മളെ പ്ലാന്റിനെ ക്ലൈംബ് ചെയ്യാനും ആ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ടെൻഡ്രിൽസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഡ്രിൽസ് ഈസ് പ്രസന്റ് ഇൻ പീ പ്ലാന്റ്. പിന്നെ എന്താണ്? ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? എന്താ പറയുന്നത്? എന്താണ്? സ്പ്രിംഗ് ലൈക്ക് കോയിൽഡ് സ്ട്രക്ചർ. സ്പ്രിംഗ് ലൈക്ക് കോയിൽഡ് സ്ട്രക്ചർ. അപ്പോൾ ലീഫ് മോഡിഫിക്കേഷനിൽ ഫസ്റ്റ് എന്താണ്? ടെൻഡ്രിൽസ്. Tendrils is present in pea plants. Here the tendrils are coiled structure, spring-like coiled structure. It helps in the support and climbing of the plant. അപ്പം പ്ലാന്റിനെ ഒരു ചെടിയെ പറ്റി പിടിച്ച് വളരാനാണ് സഹായിക്കുന്നത് ടെൻഡ്രിൽസ് സഹായിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്? ലീഫിലുള്ള ടെൻഡ്രിലാണ് നമ്മൾ പറയുന്നത് ലീഫ് മോഡിഫിക്കേഷനിൽ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ്? സ്പൈൻ. സ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുള്ള് അല്ലേ? അപ്പോൾ ഈ സ്പൈൻ നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷനിൽ ഫിലോക്ലൈഡിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫിലോക്ലൈഡിൽ എന്താ സംഭവിച്ചത്? അവരുടെ സ്റ്റെം എന്തായിട്ട് മാറും? ഫിലോക്ലൈഡ് ആയിട്ട് മാറും. അത് എന്തിനു സഹായിക്കും? ഫോട്ടോസിന്തസിസിന് സഹായിക്കും. ലീഫ് എന്തായിട്ട് മാറുന്നു പറഞ്ഞിട്ടുണ്ട്? ലീഫ് സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ആ സ്പൈൻ ലൈക്ക് സ്ട്രക്ചറാണ് ഇവിടെയുള്ള എന്ത്? നമ്മൾ ലീഫ് മോഡിഫിക്കേഷൻ, അതൊരു മോഡിഫിക്കേഷൻ ആണ്. ലീഫ് എന്തായിട്ട് മാറുന്ന പറയുന്നത്? ലീഫ് സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാമ്പിൾ ഏതാണ്? കാക്ടസ്. കാക്ടസ് പറഞ്ഞിട്ട് നമ്മുടെ കള്ളിമുൾച്ചെടി എന്താണ്? കാക്ടസ് ആണ്. അപ്പോൾ അത് സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ വരുന്നതാണ് കാക്ടസ്. അപ്പോൾ സ്പൈൻ പറയുന്നതാണ് ആ കാക്ടസിൽ ഉണ്ടാകുന്ന മുള്ളു പോലുള്ള സാധനം എന്താ പറയുന്നത്? സ്പൈൻ എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? പോയിന്റഡ് സ്ട്രക്ചർ ആണ് ഇത് നമ്മളുടെ സ്പൈൻ ഉള്ളത്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ. അപ്പൊ ഏതെങ്കിലും ആനിമൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ സ്പൈൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ട്രാൻസ്പിറേഷൻ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്.
അപ്പോൾ ടെൻഡിൽ പഠിച്ചു, സ്പൈൻ പഠിച്ചു. സ്പൈൻ എക്സാമ്പിൾ കാക്ടസ് ആണ്. ഇറ്റ് ഈസ് പോയിന്റഡ് സ്ട്രക്ചർ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എന്തിനാ സഹായിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ സ്കെയിൽ. എന്താണ് സ്കെയിൽ? സ്കെയിൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ ലീവ്സ് എവിടെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളുടെ ഉള്ളി, വെളുത്തുള്ളി കണ്ടില്ലേ? അതിൽ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? എങ്ങനെ ഉണ്ടാവുക? മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരോ ലെയർ ആയി കാണും. ആ ഓരോ ലെയർ എന്താണ്? അതിന്റെ ലീഫ് ആണ്. അപ്പോൾ സ്കെയിൽ ലീവ്സ്. അപ്പം ഉള്ളിയിലും വെളുത്തുള്ളിയിലൊക്കെ എന്താണത്? അത് അതിന്റെ ലീഫ് മോഡിഫിക്കേഷൻ ആണ്. എന്ത് ഏതിൽ വരുന്നത്? നമ്മുടെ ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഒക്കെ വരുന്നത് ആ ലീഫ് മോഡിഫിക്കേഷൻ എന്താ പറയുന്നത്? സ്കെയിൽ എന്നാണ് പറയുന്നത്. സ്കെയിൽ ലീവ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സിലാണ് എക്സാമ്പിൾ പറയാം? ഒണിയൻ, ഗാർലിക്, അതിലൊക്കെ എന്താണ് വരുന്നത്? സ്കെയിൽ ലീവ്സ് ആണ് വരുന്നത്. അത് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭാഗം ഇപ്പൊ എന്താണ് ശരിക്കും അത് അതിന്റെ ഫ്രൂട്ട് ഒന്നുമല്ല. എന്താണ് അതിന്റെ ലീഫാണ്. ലീഫാണ് എന്തായിട്ട് വരുന്നത്? നമ്മൾ കാണുന്ന ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ എന്താണ്? ലെയേർഡ് ആയിട്ടുണ്ടാവും. അവരുടെ സ്ട്രക്ചർ ലെയേർഡ് ആയിട്ടുണ്ടാവും. പിന്നെന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ദ ഹെൽപ്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പൊ എന്താ സഹായിക്കുന്നത്? ഫുഡ് സ്റ്റോർ ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്? നമ്മളുടെ സ്കെയിൽ ലീവ്സ് സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്? ലീഫിന്റെ മോഡിഫിക്കേഷനിൽ വരുന്നതാണ് ലീഫിന്റെ റാച്ചിസ് എന്തായാലും മാറുന്നത്? റാച്ചിസ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്വതവേ ഫുഡ് സിന്തസൈസ് ചെയ്യാനാണ് നമ്മളുടെ ലീഫിലെ നമ്മളുടെ ലാമിന പോർഷൻ ആണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. ചില പ്ലാന്റ്സിൽ എന്ത് സംഭവിക്കും? ലീഫിലുള്ള റാച്ചിസ് എന്തിനു സഹായിക്കും? ഫുഡ് സിന്തസൈസ് ചെയ്യാൻ സഹായിക്കും. അതിനുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? ഓസ്ട്രേലിയൻ അക്കേഷ്യ. എന്താണ് എക്സാമ്പിൾ? ഓസ്ട്രേലിയൻ അക്കേഷ്യ. അപ്പോൾ ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്തിന് എക്സാമ്പിൾ ആണ്? റാച്ചിസ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആണ് അത് ഓസ്ട്രേലിയൻ അക്കേഷ്യ. ഇതിൽ എന്ത് സംഭവിക്കുന്നത്? ഓസ്ട്രേലിയൻ അക്കേഷ്യയിൽ അവർക്ക് ലീഫ് ഉണ്ട്. പക്ഷെ ലീഫ് എങ്ങനെയാണ്? ലീവ്സ് ആർ സ്മോൾ ആണ്. സ്മോൾ സൈസിലായിരിക്കും. പിന്നെന്താണ്? അതുകൂടാതെ ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. അപ്പോൾ ലീവ്സ് സ്മോൾ ആയിരിക്കും, ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ റാച്ചിസ് എന്ത് ചെയ്യും? റാച്ചിസ് റാച്ചിസ് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അത് ബിക്കം ഗ്രീൻ ഇൻ കളർ. ഒരു ഗ്രീൻ കളർ ആവും. പിന്നെ എന്ത് സംഭവിക്കും? ഇത് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫുഡ് ഉണ്ടാകാൻ ആര് സഹായിക്കും? റാച്ചിസ് ലീഫിന്റെ ഫംഗ്ഷൻ, ലീഫ് ബ്ലേഡിന്റെ ഫംഗ്ഷൻ ഏറ്റെടുക്കും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഓസ്ട്രേലിയൻ അക്കേഷ്യ, the leaves are small sized and they are short lived, and so the ratches expand their size and they become green in color and they start synthesize food. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുന്നു? ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ റാച്ചിസ് ആണ് ഓസ്ട്രേലിയൻ അക്വേഷ്യയിലെ ഫുഡ് ഫോട്ടോസിന്തസിന് സഹായിക്കുന്നത്. അവർക്ക് ലീവ്സ് ഉണ്ട്, പക്ഷെ ലീഫ് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. പിന്നെ എന്താണ്? സ്മോൾ സൈസ്ഡ് ആയിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ റാച്ചിസ് എന്ത് ചെയ്യും? ഫ്ലാറ്റൻ ആയിട്ട് ഗ്രീൻ കളറായി മാറിയിട്ട് അവർ ഫുഡ് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്? ഏതൊക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിക്ചർ പ്ലാന്റും വീനസ് ഫ്ലൈ ട്രാപ്പ്. അപ്പം പിക്ചർ പ്ലാന്റും നമ്മളുടെ വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ് എക്സാമ്പിൾ ആണ്. അവര് എന്താ ചെയ്യുന്നത്? അവര് ഇൻസെക്ട്സിന് എന്തായിരിക്കും? അവരെ ബോഡിയിലേക്ക് എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട്
എന്ത് ചെയ്യും, അവര് ബോഡിയിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉപയോഗിച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ എന്താകും അവരുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കും. അതൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ് പിക്ചർ പ്ലാന്റ് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ് ആണ്. അപ്പം എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇൻ ദ കേസ് ഓഫ് പിക്ചർ പ്ലാന്റിൽ എങ്ങനെയാണ്, പിക്ചർ പ്ലാന്റിൽ അവരുടെ ലീഫ് എങ്ങനെയാണ്, ലീഫ് ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇൻ ദ കേസ് ഓഫ് പിക്ചർ പ്ലാന്റ് ദ ലീഫ് modified into flask like ലീഫ് ആയിരിക്കും. എന്തുണ്ടാവും പിക്ചർ പ്ലാന്റിൽ അവരെ ലീഫ് ഉണ്ടാവും. ലീഫിന്റെ അറ്റത്തേക്ക് എന്ത് വരും, ഒരു ഫ്ലാസ്ക് പോലെ തൂങ്ങി കിടക്കും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് വരും, അതിനുള്ളിലേക്ക് ഇൻസെക്റ്റ് ഒക്കെ ഇതിൽ പറന്നു പോകുമ്പോൾ ചിലപ്പം തേനാണെന്ന് വെച്ചിട്ട് ഉള്ളിൽ കയറും. ഉള്ളിൽ കയറിയിട്ട് എന്തുണ്ടാവും, ഇതിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. അതിൽ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബോഡിയിലുള്ള കാര്യങ്ങളൊക്കെ ആര് വലിച്ചെടുക്കും, ഈ പിക്ചർ പ്ലാന്റ് വലിച്ചെടുക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പിക്ചർ പ്ലാന്റ്. ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പിൽ എങ്ങനെയാണ്, വീനസ് ഫ്ലൈ ട്രാപ്പിൽ എങ്ങനെയാണ് ബൈലോബ്ഡ്, അവരുടെ ലീഫ് ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഇത് ലീഫ് ഇങ്ങനെ തുറന്നു വെക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രാണി ഇതിന്റെ മുകളിൽ കൂടി പോവാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അവർ ആ ബൈലോബ്ഡ് ആയിട്ടുള്ള ലീഫ് ക്ലോസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഇൻസെക്റ്റ് ആ ഇലേൻ്റെ ഉള്ളിൽ കുടുങ്ങും. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വീനസ് ഫ്ലൈ ട്രാപ്പ് the leaf is bilobed structure. ബൈലോബ്ഡ് ആയിരിക്കും. ഏതുണ്ടാവുക, നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പിൽ അവരെ ലീഫ് ബൈലോബ്ഡ് ആയിരിക്കും. അപ്പം ഇൻസെക്ട് വരുമ്പം അത് അവരടയ്ക്കും. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, to catch insects. To catch insects എന്തിനാ സഹായിക്കുന്നത്, ഇതിന്റെയൊക്കെ ലീഫ് എന്തിനാ സഹായിക്കുന്നത്, ലീഫിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായത്, അവര് ഇൻസെക്റ്റിനെ പിടിക്കാനാണ് അത് സഹായിക്കുന്നത്. അവരുടെ വീനസ് ഫ്ലൈ ട്രാപ്പിൽ പിക്ചർ പ്ലാന്റിലൊക്കെ ലീഫ് സഹായിക്കുന്നത്. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസ് ആർ പ്രസന്റ് ഇൻസൈഡ് ദ ലീഫ്. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ അവരുടെ ബോഡിയിൽ ഉണ്ടാവും. By using this digestive enzyme, they digest the insects. But these are all about the modification of the leaf. Okay, modification of leaf ഏതാണ് ഫസ്റ്റ് പറയുന്നത്, ടെൻഡറിൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, എന്താണ് പീ പ്ലാന്റിലൊക്കെ അതിൻ്റെ ലീഫിൻ്റെ അകത്ത് ചിലപ്പോൾ സ്മോൾ കോയിൽഡ് സ്ട്രക്ചർ, സ്പ്രിംഗ് ലൈക്ക് കോയിൽഡ് സ്ട്രക്ചർ വരും. ഇറ്റ് ഈസ് കോൾഡ് എന്താണ് നമ്മുടെ ടെൻഡ്രിൽസ് എന്ന് പറയും. ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ക്ലൈംബിംഗ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ദ പ്ലാന്റ്. ഫസ്റ്റ് വൺ ടെൻഡറിലാണ്. അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് വൺ ആണ് നമ്മുടെ സ്പൈൻ. നമ്മുടെ കാക്ടസ് പ്ലാന്റ്, ഇൻ ദ കേസ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ് there is small spine-like structures are present. They are reduced leaf. They helps in the protection. അപ്പോൾ പ്രൊട്ടക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, scale leaves. In the case of onion, garlic, etc., the leaves are modified into scale-like structure. It is called എന്താണ് നമ്മുടെ സ്കെയിൽ ലീവ്സ് എന്ന് പറയും. They helps in the storage of the food. ഫുഡ് സ്റ്റോർ ചെയ്യാനാണ് അത് സഹായിക്കുന്നത്, ആ സ്കെയിൽ ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, റാച്ചിസ്. റാച്ചിസ് ഇസ് ഡെവലപ്ഡ് ഇൻടു എന്താണ് ഹെൽപ്സ് ഇൻ ദ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഓസ്ട്രേലിയൻ അക്കേഷ്യ, their leaves are small sized and short lived, so that the rachis expand their size and they become green in color. They start to synthesize food, that is they helps in photosynthesis. അപ്പം ലീഫിന്റെ ഫംഗ്ഷൻ ആരായിട്ട് എടുക്കും, റാച്ചിസ് ആയിട്ട് എടുക്കും. അപ്പോൾ ലാസ്റ്റ് വൺ എന്താണ് നമ്മുടെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്തൊക്കെയാണ്, ഇൻ ദ കേസ് ഓഫ് പിക്ചർ പ്ലാന്റ്, എക്സാമ്പിൾ പിക്ചർ പ്ലാന്റ് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ്. In the case of pitcher plant, they have flask-like structure at the tip of the leaf. Leafന്റെ അറ്റത്ത് എന്തുണ്ട്, flask-like structure ഉണ്ട്. And in the case of Venus flytrap, they have bilobed ആയിട്ടുള്ള leaf ആണുള്ളത്. In both the cases, they catch the insects and they digest the insects by using the digestive enzyme present in their body. Okay, that's all about the മോഡിഫിക്കേഷൻ ഓഫ് ലീഫ്. ഓക്കെ, ലീഫിന്റെ മോഡിഫിക്കേഷൻ ഇത്രയും പഠിക്കാനുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ പഠിക്കുക, ഒരു പേരെന്താണെന്ന് പഠിക്കുക, സംഭവം എന്താ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ. അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്ത് കഴിഞ്ഞു, ലീഫ് കഴിഞ്ഞു, ലീഫിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് കഴിഞ്ഞു, ഫിലോടാക്സി കഴിഞ്ഞു, ലീഫിന്റെ മോഡിഫിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.